അങ്ങനെ ഏകദേശം 1.5 മാസത്തെ ബ്രേക്കിൻ്റെ ശേഷം വീണ്ടും ഞാൻ ഓർഡേഴ്സൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഓഗസ്റ്റ് 1 തൊട്ടാണ് കേട്ടോ വർക്ക് സ്റ്റാർട്ട് ചെയ്യണത്. ഓർഡേഴ്സൊക്കെ ഒരാഴ്ച മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഗസ്റ്റ് തൊട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഓഗസ്റ്റ്ക്ക് വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത്രയും ദിവസം ഓർഡേഴ്സ് എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല കേട്ടോ. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കാനായിരുന്നു. എനിക്കൊരു ബ്രേക്ക് വേണമെന്ന് തോന്നിയോണ്ട് അങ്ങനെ. കാരണം ഓർഡേഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസം ഒരു ഓർഡർ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഓർഡർ ഉള്ളൂ എന്നുണ്ടെങ്കിലും ഡെയിലി അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഒഴിവില്ലാത്ത പോലെയാണല്ലോ. സോ ഞാൻ ഒരു മാസം വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഹെൽത്തൊക്കെ നോക്കി ഇരിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഒരു ബ്രേക്ക് എടുത്തതായിരുന്നു. പിന്നെ നോർമലി എനിക്ക് വരുന്ന എൻക്വയറീസിനേക്കാളും കുറേ എൻക്വയറീസ് കൂടുതൽ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഓർഡേഴ്സ് നിർത്തിയ ആ ഒരു ടൈമിൽ ഞാൻ ആ സമയത്ത് ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് നോക്കലേ ഉണ്ടായിരുന്നില്ല, ഇൻബോക്സ് ഒന്നും നോക്കലേ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്കിങ്ങനെ മെസ്സേജസ് കുറേ കാണുമ്പം ഓർഡേഴ്സ് എടുക്കാൻ തോന്നും. ഇങ്ങനെ ഓർഡേഴ്സ് വന്നിട്ട് എന്തിനാ എടുക്കാതെ നിൽക്കണേന്നൊക്കെ തോന്നും. അപ്പോൾ ആ ഒരു ഫീൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യലേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ആണെങ്കിൽ കുറേ എൻക്വയറീസ് വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ മുന്നത്തെ. പക്ഷേ അതിൻ്റെയൊക്കെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഒക്കെ 2 വീക്സ് എഗോ 3 വീക്സ് എഗോ ഒക്കെയാണ്. അപ്പോൾ ഞാൻ അതിനൊന്നും റിപ്ലൈ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. സോ ഇപ്പോൾ വരുന്ന ഓർഡേഴ്സാണ് എടുക്കുന്നത്. അത്രയും എൻക്വയറീസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും എല്ലാം ഒന്നും കൺഫേം ആവില്ല കേട്ടോ. ചിലവർ റേറ്റ് അറിയാൻ വേണ്ടിയിട്ട് വെറുതെ മെസ്സേജ് അയക്കുന്നവരുണ്ടാവും. ചിലത് എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനോ, ചിലത് കാര്യമായിട്ട് കൺഫേം ചെയ്യാനോ, അങ്ങനെയൊക്കെയാണ്. നമുക്കൊരു 10 മെസ്സേജ് വന്നാൽ 1-2 കൺഫേം ആയാലായി. അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ പറഞ്ഞു വന്നത് എനിക്ക് കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇന്ന് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ വേഗം പണികളൊക്കെ തീർത്തിട്ട് അങ്ങനെ പോകണം. ഈ ഒരു അവക്കാഡോ വാങ്ങി വെച്ചിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഇനിയും ഇവിടെ വെച്ചാൽ ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ടൊരു സ്മൂത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. എന്നിട്ട് തന്നെ അത് ഏകദേശം കളറ് കുറച്ചൊക്കെ ഇങ്ങനെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര ബ്രൗൺ ആയിട്ടുള്ളത് ഞാൻ മാറ്റി. ഇനി കയ്പ്പ് ടേസ്റ്റ് വരുമോ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ തന്നെ ഞാൻ എങ്ങനെ തല കുത്തി നിന്ന് അവക്കാഡോ ജ്യൂസ് അടിച്ചാലും കയ്പ്പുണ്ടാവും. ഇതും കുറച്ച് കയ്പ്പുണ്ടായിരുന്നു. പക്ഷേ കുടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഫസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് കയ്പ്പായിട്ട് കുടിക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പം കുറച്ച് ബെറ്ററായി വരുന്നുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞാൽ തീരെ കയ്പ്പില്ലാണ്ട് അടിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം. അങ്ങനെ ഞാൻ റൂമിൽ വന്നിട്ട് പ്രിൻ്റ് ചെയ്യാനുള്ളതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡൗൺലോഡ് ചെയ്ത് മെയിൽ ചെയ്ത് കൊടുക്കാനും കൂടെ ഉണ്ട്. സോ അത് ചെയ്യാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കൊരു പേജിൽ കുറച്ച് സ്പേസ് ബാക്കി ഉണ്ടായപ്പം പിൻട്രസ്റ്റിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാൻ വിചാരിച്ച് അതും കൂടെ നോക്കുന്നുണ്ട്. പിൻട്രസ്റ്റ് തുറന്നാൽ പിന്നെ എന്തിനാണോ തുറന്നത് എന്ന് ഓർമ്മ ഉണ്ടാവില്ല. കാരണം വേറെ എന്തെങ്കിലും കണ്ട് അത് സ്ക്രോൾ ചെയ്ത് അതിൻ്റെ അപ്പുറത്ത് വേറെ കണ്ട് പിന്നെ അത് നോക്കി അങ്ങനെ നേരം പോവും. അങ്ങനെ പിന്നെ ഞാനിന്ന് പോകുമ്പം വാങ്ങാനുള്ള ഐറ്റംസ് ലിസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. കൺഫേം ആയിട്ടുള്ള ഓർഡേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാനിങ്ങനെ എഴുതി വെക്കലുണ്ട്. അപ്പോൾ അത് ഓരോന്നും നോക്കിയിട്ടാണ് ഞാൻ ഈ ലിസ്റ്റ് ചെയ്യാറുള്ളത്. ആദ്യമൊക്കെ ആണെങ്കിൽ എന്തൊക്കെ ഐറ്റംസ് വാങ്ങണം എന്നുള്ളത് എഴുതി വെച്ചിട്ട് പോകട്ടോ. പക്ഷേ എത്ര ക്വാണ്ടിറ്റി വാങ്ങണം അല്ലെങ്കിൽ എത്ര പ്രൈസിൻ്റെത് വാങ്ങണം എന്നൊന്നും എഴുതി വെക്കൂല. എന്നിട്ട് പിന്നെ അവിടെ ചെന്നിട്ട് എൻ്റെ ഒരു ഊഹത്തിന് വാങ്ങും. വീട്ടിൽ നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുണ്ടാവും. 500 രൂപേൻ്റെ ഹാമ്പർ ആണെങ്കിൽ 450 രൂപയ്ക്ക് ഞാൻ സാധനം വാങ്ങിയിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കറക്റ്റ് ചോക്ലേറ്റ്സ് എത്ര രൂപയ്ക്ക് വാങ്ങണം, ഇനി ബോക്സ് ആണെങ്കിൽ തന്നെ ഏത് എമൗണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്ന ബോക്സ് വാങ്ങണം, അങ്ങനത്തെ എല്ലാ ഡീറ്റെയിൽസും എഴുതി വെച്ചിട്ടാണ് കേട്ടോ വാങ്ങാൻ പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഇപ്പോൾ കൺഫ്യൂഷൻ വരില്ല. നിങ്ങളും ഇങ്ങനെ ഹാമ്പേഴ്സ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് പോരാൻ പറ്റും. ഈ പ്രൈസിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് അങ്ങനെ ഭയങ്കര രീതിയിൽ ലോസ് വരാൻ ചാൻസ് ഇല്ല. മറ്റേത് എനിക്ക് ഫുള്ള് നഷ്ടം തന്നെയായിരുന്നു. എനിക്ക് നഷ്ടമാണെന്നുള്ളൂ, കിട്ടുന്ന ആൾക്ക് എന്തായാലും നല്ല ലാഭമാണ്. കാരണം ചോക്ലേറ്റ്സ് ഒക്കെ ഞാനിങ്ങനെ വാരി വെക്കലാണ്. വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ എല്ലാ ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ലൈക്ക് പെർഫ്യൂംസ് ഒക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം വിലൻ്റെ വാങ്ങും. ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അത്ര റേറ്റിൻ്റെത് വേണ്ടില്ലേനു എന്ന് മനസ്സിലാവുക. എന്തായാലും ഇപ്പോൾ അതൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യമുള്ള സാധനങ്ങൾ എൻ്റെ ബുക്കും പെന്നും വാലറ്റും ഒക്കെ ബാഗിലിട്ടിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു ബ്രൗൺ ബാഗ് കാണിച്ച സമയത്ത് കുറേ പേര് അതിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അനിയത്തിൻ്റെതാണ് കേട്ടോ. ഇതും അനിയത്തിൻ്റെ തന്നെയാണ്. അത് ഓള് ഓൺലൈൻ ആയിട്ടല്ല കേട്ടോ, ഓഫ്ലൈൻ ആയിട്ട് മാക്സിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ലിങ്ക് ഇല്ലാത്തത്. ഇത് എവിടെ നിന്നാണ് വാങ്ങി എനിക്കൊരു ഐഡിയ ഇല്ല. ഓളിപ്പോൾ വീട്ടിലില്ല. അപ്പോൾ ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ ഞാൻ കൊടുക്കാം. ഈ ബാഗ് നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ. കുറേ സാധനങ്ങൾ കൊള്ളും. നമുക്ക് എവിടേക്കെങ്കിലും പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഡ്രസ്സൊക്കെ ഇട്ട് കൊണ്ടുപോകാൻ പറ്റും. അത്രയും ഐറ്റംസ് കൊള്ളും. കാണാനും നല്ല രസമാണ്. ഒരു ക്ലാസിക് ലുക്കൊക്കെ അല്ലേ. അങ്ങനെ കൂടുതൽ ലേറ്റ് ആക്കാതെ ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എപ്പോഴാണ് മഴ പെയ്യാന്നറിയില്ല. ഇപ്പം അങ്ങനെ വലിയ രീതിയിലുള്ള മഴ ഇല്ലാന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇറങ്ങുന്ന സമയത്തൊരു മഴ ഉണ്ടാവും. ഇന്ന് പിന്നെ എന്തോ ഭാഗ്യത്തിന് ഇറങ്ങി 2 മിനിറ്റ് ആയപ്പോൾ തന്നെ ഓട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓട്ടോയിൽ കയറി പോവാണ്. ഫസ്റ്റ് ഞാൻ ഫാമിലിക്കാണ് കേട്ടോ പോയിട്ടുള്ളത്. ഫാമിലിക്കല്ല, സിറ്റി പോയിന്റിൽ ഫാമിലീൻ്റെ അടുത്ത് വേറൊരു ഷോപ്പുണ്ട്. മിയ കിഡ്സിൻ്റെ ഡ്രസ്സൊക്കെ കിട്ടുന്ന ഷോപ്പാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് എനിക്കൊരു ബേബി ഗേളിന് വേണ്ടിയിട്ടുള്ള ഫ്രോക്ക് എടുക്കാനുണ്ട്.
ഇതപ്പോൾ ഒരു ബേബി ഹാമ്പർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഡ്രസ്സും ഷൂവും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യാനുള്ളത്. സോ ഏത് വേണം എന്ത് വേണം എന്നൊന്നും കസ്റ്റമർ ഒരു ഐഡിയ തരാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെയുള്ള കുറച്ച് കളക്ഷൻസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതപ്പോൾ ആളെ മോൾക്ക് ബാപ്റ്റിമിസം ഫംഗ്ഷന് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആൾ അബ്രോഡാണ്. അപ്പോൾ നാട്ടിലെ അഡ്രസ്സ് അയച്ചു കൊടുക്കാട്ടോ ചെയ്യണത്. ഇവിടെ ആണെങ്കിൽ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. നല്ല രസമാണ് കുഞ്ഞു കുട്ടികളെ ഗേൾസിൻ്റെ ഡ്രസ്സൊക്കെ എസ്പെഷ്യലി കാണാൻ വേണ്ടിയിട്ട്. ഞാൻ അമ്ലുവിനൊക്കെ അധികം ഇവിടുന്ന് ഡ്രസ്സ് എടുക്കാൻ വരലുണ്ട്, ടീഷർട്ട്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഗേൾസിൻ്റെ സെക്ഷനിൽ വെറുതെ നോക്കലുണ്ട്, ആവശ്യമില്ല എന്നുണ്ടെങ്കിലും. അങ്ങനെ കുറച്ച് ഫോട്ടോസ് അയച്ചു കൊടുത്തതിന് കസ്റ്റമറിന് ഇഷ്ടമായിട്ടുള്ളതൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇതിക്കൊരു സോഫ്റ്റ് ടോയും കൂടെ വേണം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ കുറച്ച് മുന്നേ ഓട്ടോ ഇറങ്ങിയിട്ട് അവിടുന്ന് ആ ടോയ് വാങ്ങി പിന്നെ ഇങ്ങോട്ട് വന്നാൽ മതിയേനു. പക്ഷേ ഞാൻ മറന്നുപോയി. അപ്പോൾ തിരിച്ച് ഞാൻ ബാക്കിൽ തന്നെ നടക്കണം കേട്ടോ ടോയ് വാങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ പോണ വഴിയിൽ ഈ ഒരു ചായക്കടയിൽ നിന്ന് ഒരു സമൂസയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കട തുറന്ന് കുറച്ച് നേരെ ആയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് നല്ല ചൂട് സമൂസ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് കഴിച്ച് കഴിയാനായപ്പോൾ തിരിച്ചു പോയി ഒന്നും കൂടെ വാങ്ങിയാലോ എന്ന് തോന്നി. നമ്മൾ വീട്ടിലുണ്ടാക്കില്ലേ നോമ്പിനൊക്കെ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് വെറുതെ കണ്ടപ്പോൾ വാങ്ങിയതാണ്. എന്തായാലും ഇത്ര നടക്കാണ്ടല്ലോ. അങ്ങനെ അത് ആ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ സോഫ്റ്റ് ടോയ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗേളിനായതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ഈ ഡോൾസ് ഉണ്ടല്ലോ അതിൽ വെട്ടത് ഏതെങ്കിലും നോക്കാന്നുള്ളത്. അപ്പോൾ ചോദിച്ചപ്പോൾ ആൾ അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് ഡോൾസിൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. അങ്ങനെ ഒരു ഫോട്ടോ അയച്ചു കൊടുത്തപ്പം കസ്റ്റമർ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഏതോ ഒരു ഫോട്ടോ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് ഇത് എടുക്കുമോയെന്ന് ചോദിച്ച്. അപ്പോൾ അത് കാണിച്ചു കൊടുത്തപ്പോൾ അത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച ഒരു മോഡലേ അല്ല കേട്ടോ. കസ്റ്റമർ സെലക്ട് ചെയ്തിട്ടുണ്ടായിനെ. പിന്നെ ബ്ലൂ ഡ്രസ്സാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബ്ലൂ കളറിൽ ഏതെങ്കിലും കിട്ടുമോ നോക്കാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി. പക്ഷേ ലാസ്റ്റ് ആൾക്ക് അതന്നെ മതിയെന്ന് പറഞ്ഞിട്ട് അത് ഫൈനലൈസ് ചെയ്തു. ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ അവിടുന്ന് അത് വാങ്ങി പിന്നെ നേരെ റോഡ് ക്രോസ് ചെയ്ത് ടൗണിലേക്ക് ഓട്ടോ പിടിച്ച് പോവാണ്. ഇനി ബാക്കി സാധനങ്ങളൊക്കെ ഇവിടുന്ന് സെറ്റ് ചെയ്യാനുള്ളതേ ഉള്ളൂ. ഷർട്ട് ഹാമ്പറിനുള്ള സാധനങ്ങൾ വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഞാൻ ഷർട്ട് എടുക്കാൻ വേണ്ടി വരും. കാരണം ഷർട്ട് വാങ്ങിക്കഴിഞ്ഞാൽ പകുതി സമാധാനമാണ്. പിന്നെ പെട്ടെന്ന് ബാക്കി വാങ്ങിയിട്ട് പോകാൻ പറ്റും. പക്ഷേ ഈ ഷർട്ട് കസ്റ്റമറിന് പറ്റി കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് മെനക്കേടാണ്. ഇഷ്ടമാവാത്തതുകൊണ്ടല്ല കേട്ടോ. എന്നാലും നമ്മളിങ്ങനെ ഒരുമിച്ച് ഫോട്ടോ അയച്ചു കൊടുക്കുമ്പോൾ നമുക്കാണെങ്കിലും കുറേ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രശ്നം. അങ്ങനെ എന്തായാലും അതൊക്കെ വാങ്ങി കഴിഞ്ഞിട്ട് ഗേളിന് ബേബിക്ക് ഈ ഒരു ഫ്രോക്കൊക്കെ മാച്ച് ആയിട്ടുള്ള ചെരുപ്പും കൂടെ ഷൂവും കൂടെ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരത് ഗോഡൗണിൽ നോക്കാൻ പോയ സമയത്ത് ഞാൻ വെറുതെ ഇത് കണ്ടപ്പോൾ ഇട്ട് നോക്കിയതാണ് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട് ഈ ഒരു ചെരുപ്പ്, നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇട്ട് കഴിഞ്ഞപ്പോൾ എന്തിനും മുകളിൽ കയറി നിൽക്കണ പോലെ. പക്ഷേ എനിക്ക് എൻ്റെ കാലിന് അത്ര രസമായിട്ട് തോന്നിയില്ല. അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ഇഷ്ടമല്ലാഞ്ഞിട്ടല്ല, എനിക്ക് ഇട്ട് കഴിഞ്ഞാൽ കാലിനൊരു ഭംഗിയില്ല എന്ന് തോന്നും. പക്ഷേ ബേബിക്കുള്ള ഷൂ അവിടെ നിന്ന് കിട്ടിയില്ല. പിന്നെ ഞാൻ വേറെ ഷോപ്പിൽ പോയിട്ട് ഫ്രെയിംസും ഹാമ്പൈസും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടല്ലോ, അപ്പോൾ അതൊക്കെ നോക്കി വാങ്ങുകയാണ്. അങ്ങനെ അവിടുന്ന് ഹാമ്പൈസൊക്കെ വാങ്ങിയതിന് ശേഷം വീണ്ടും ഷൂ അന്വേഷിച്ച് വേറൊരു കടയിൽ കയറി. ഇതിൻ്റെ അടുക്ക് വേറെ 2-3 കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നാമത് ഒരു വയസ്സായ ബേബിക്കുള്ളതല്ലേ, അപ്പോൾ അത്രയും ചെറുതില്ല. പിന്നെ ആൾക്ക് സ്കൈ ബ്ലൂ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതും കിട്ടാൻ പണിയാണ്. ലാസ്റ്റ് സ്കൈ ബ്ലൂ കിട്ടാത്തതുകൊണ്ട് ഒരു വൈറ്റ് എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കാണാൻ നല്ല രസമുള്ള ബൂട്ട് ടൈപ്പാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെല്ലാ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ അതെടുത്ത് പോന്നു. അതിൻ്റെ അടുക്ക് പിന്നെ ഞാൻ വേറൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് ഇയറിങ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ റാൻഡംലി ഈ ഒരു ബ്രേസ്ലെറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അത് വാങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഇട്ട് നോക്കി. അങ്ങനെ ഈ ഒരു കസ്റ്റമറിനാണെങ്കിൽ പേൾസ് വെച്ച ഇയറിങ്സ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും 2 സെലക്ട് ചെയ്ത് ഫൈനലി കുറച്ച് റാപ്പിംഗ് ഷീറ്റ്സും ചോക്ലേറ്റ്സൊക്കെ വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. ഓരോന്നും ഓരോ കടയിൽ കയറി ഇറങ്ങിയിട്ട് വേണം കേട്ടോ വാങ്ങാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഓർഡേഴ്സ് ഇങ്ങനെ ഒരുമിച്ചാകുമ്പോഴാണ് അധികം പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങാറുള്ളത്. പിന്നെ കൊറിയർ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഡെയിലി പോരേണ്ടി വരും. അങ്ങനെ ചോക്ലേറ്റ്സ് വാങ്ങാൻ പോയപ്പോഴാണ് കേട്ടോ അവിടെ ഈ ലബൂബുവിനെ കണ്ടത്. ഇതിൻ്റെ ട്രെൻഡ്സ് ഒക്കെ ഓൾമോസ്റ്റ് കഴിയാനായിരിക്കണല്ലേ. എന്നാലും ഞാൻ ഇപ്പോഴാണ് കാണണേ, കാരണം ഇങ്ങോട്ട് വന്നിട്ട് കുറേ കാലമായല്ലോ. ഫൈനലി പ്രിൻ്റ് ചെയ്യാനുള്ളതും കൂടെ പ്രിൻ്റ് ചെയ്തിട്ട് നേരെ വീട്ടിൽ പോയിട്ടുണ്ട്. വീട്ടിലെത്തി ഫുഡ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ വൈകുന്നേരം ഈ വീഡിയോ ഷൂട്ട് ചെയ്യണത്. വൈകുന്നേരം ആണെങ്കിൽ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഫ്രോസൺ ആണ് കേട്ടോ, അങ്ങനെ വാങ്ങി വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ചൂടാക്കി എടുത്താൽ മതി. സാധാരണ നമ്മൾ ഈ ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്ത് പുഴുങ്ങി അങ്ങനെ ഉണ്ടാക്കുന്നത് എന്തോ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടാറില്ല. അങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല കേട്ടോ. ആകെ ഒരു വട്ടമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളൂ. അത് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കുറേ നേരം ഇങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കുന്നില്ലല്ലോ. സോ ഇങ്ങനെ വാങ്ങിയതിന് ശേഷം ഇത് നല്ല എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഫ്രൈസൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ ഇടയിൽ ഞാൻ വെറുതെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്സും കൂടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതും പിന്നെ അതിൻ്റെ കൂടെ ചായയും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്.
പിന്നെ പുറത്ത് നല്ല മഴ പെയ്യണോണ്ട് തന്നെ സിറ്റൗട്ടിൽ പോയിരുന്ന് കഴിക്കാനൊരു പൂതി. അപ്പോൾ ഞാനും അനിയത്തിയും അമലും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ പോയി സംസാരിച്ചിരുന്ന് കഴിക്കാമെന്ന് കരുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഈ ഒരു വീഡിയോ. ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം വരെ ബൈ.